ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകണം. അതെൻ്റെ അനിയത്തിയാണ്. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്. അപ്പം നമ്മളൊരു കല്യാണത്തിന് പോകണം. വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ മോൻ്റെ, അതായത് ചേട്ടൻ്റെ കല്യാണം. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ അതിന് തന്നെ വെള്ളം കുടിച്ചപ്പോൾ കയറിയപ്പോൾ തന്നെ ഹാളിൽ കുഞ്ഞുട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹാള്. അവർ വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കല്യാണ ചെക്കനും കല്യാണ പെണ്ണും. അപ്പോൾ അവർ വരാൻ ഇത്ര ലേറ്റായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല സ്റ്റേജ് വർക്കൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കഴിക്കാനിരുന്നു. അപ്പോൾ നല്ല ഇലയിട്ട് പിന്നെ നമ്മൾ ശർക്കര വരട്ടി, ഉപ്പേരി അതൊക്കെ വെച്ചിട്ട് പിന്നെ ഇഞ്ചിക്കറി, അങ്ങനെ നമ്മളെ സദ്യക്കുള്ള കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിളമ്പിയിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ഐറ്റംസ് വിളമ്പി കഴിഞ്ഞ് ഇനി നമ്മൾ കഴിക്കുന്നത് പാലട ഉണ്ടായിരുന്നു, ഗോതമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലട കൂട്ടി കഴിച്ചു. പൊളിയായിരുന്നു. ഇത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഹാളിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമ്മളന്ന് വീട്ടിലേക്ക് നടന്നിട്ടാണ് പോണത്. ഒരു ചെറിയ തോട്, പിന്നെ അതേ അമ്മുമ്മ, തക്കുട്, അപ്പു, അമ്മ, അനിയത്തിയൊക്കെയാണ് നടന്നു പോണത്. പിന്നെ നമ്മളെ കുറേ അയൽവക്കക്കാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് റോഡ്. നമ്മൾ ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മൾ വീട്ടിലോട്ട് നടന്നാണ് പോണത്. അപ്പോൾ അതേ അക്കുട് ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ലൈസ് തന്നു. അതേ ഒരു പോത്ത്. അപ്പോൾ അവനക്കൊക്കെ ടാറ്റ കൊടുത്ത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഇടവഴി കൂടെ കയറും. മൊത്തം പറമ്പാണ് നമ്മളെ വീടിൻ്റെ അവിടെ മൊത്തം ഉണ്ട്. അപ്പോൾ അതിലേക്കൂടെ ഒക്കെ കയറി പിന്നെ ചെറിയൊരു കുഞ്ഞി പാലമുണ്ട്. പണ്ട് മീൻ പിടിക്കാൻ വന്നിരുന്നതാണ് ഇവിടെ. അപ്പോൾ ഈ പാലൊക്കെ കടന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൗണ്ട്, ഒരു പുല്ലൊക്കെ നിറഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട്, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് എല്ലാവരും നടന്നാണ് പോണത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്ന് ഇങ്ങനെ പിള്ളേരൊക്കെ ഓടിച്ചാടിയൊക്കെയാണ് പോണത്. അപ്പോൾ ഇതിവിടെ നല്ലോണം പിള്ളേർ കളിക്കണ ഒരു പറമ്പാണത്. അതേ വേറൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് പറമ്പും കുളവും ഒക്കെയാണ്, തോടൊക്കെയാണ്. അതേ നമ്മളൊരു ഇടവഴി കൂടെ നടന്നു പോയി. ഇതിവിടെ കയറിയപ്പോൾ നല്ലൊരു സമാധാനമുണ്ട്, കാരണം വെയിൽ കുറവ്. ചേച്ചിയൊക്കെ തലയിൽ മറ്റേ നമ്മളെ സാരിയുടെ തലഭാഗം ഇട്ടിട്ടാണ് പോണത്, വെയിലടിച്ചിട്ട്. അപ്പോൾ അതേ നമ്മൾ ഈ വഴി കൂടെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു കുളം കാണാം. കുളത്തിൽ നിറച്ച് ആമേരികളും. അപ്പോൾ ഇതാണ് നമ്മളെ പറമ്പ്. ഇതേതാ കൂടെ ഒരു ലൈസും കൂടി തരുന്നുണ്ട് കേട്ടോ. എന്തായിട്ടാണോ അവൻ അങ്ങനെ തരാത്തത്. നല്ല വെയിലുണ്ട്, ഉച്ചയ്ക്കാണ്. ഒരു 1:30-1:45 അങ്ങനെ നടന്നു. ഇവിടെ നിറച്ച് കമ്മൽ പൂക്കളുണ്ടാവും, നമ്മൾ മഞ്ഞ കമ്മൽ പൂക്കളില്ലേ, ഇത് നല്ല ഭംഗി കാണാനായിട്ട്. അപ്പം അങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഇതേ പശു അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ പറമ്പിൽ. ഇതേ അമ്മൂമ്മ നടന്നു പോണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കായ കണ്ടത്. ഇങ്ങനെ നടന്ന് നമ്മൾ റോഡൊന്നുമല്ലേ ഇവിടെ, ഇങ്ങനെ ചെറിയ വഴികൾ, ഈ ഷോർട്ട് കട്ടൊക്കെ ഇല്ലേ, അങ്ങനെ കുറച്ച് കയറി ഇങ്ങനെ പറമ്പല്ല, ഒരു ചെറിയൊരു നമ്മളെ ഒരാൾപ്പൊക്കത്തിലൊക്കെ ഒരു കാട് കയറിയിട്ടുള്ളൊരു വഴി. അവിടെ നല്ലോണം പശുക്കളൊക്കെ ഉണ്ടാവും, നല്ലോണം പുല്ലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവിടെ കൂടി അപ്പൂക്കെ നടന്നു പോയി. നമ്മളിതിലേ കൂടെയൊക്കെയാണ് എവിടേക്കൊക്കെ പോകണമെങ്കിൽ പോവാറേ. അപ്പോൾ അപ്പോഴാണ് ഒരു പുഴുവിനെ കണ്ടത്. നല്ല ഭംഗിയില്ല, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ നോക്കാറില്ലായിട്ടുള്ള. അപ്പോഴാണ് നമ്മളുടെ ഉഴിഞ്ഞ. അപ്പോൾ ഉഴിഞ്ഞയുടെ കായകളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി. പിന്നെ കുറച്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട്, മുറുക്കി തലയത്തേക്കാനെ നല്ലോണം നമ്മളെ മുടിക്കൊക്കെ. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വരണ വഴിയാണ് ഈ കാണുന്നത് മൊത്തം. ആ കായ നമ്മൾക്ക് ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടണ സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കളറ് കായ കണ്ടത്. ഈ കായ ഞാൻ വെള്ളത്തിലിട്ട് ഞെരുക്കിയിട്ട് നമ്മളെ വൈറ്റ് തുണിയിൽ മുക്കി വെക്കും കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യണ ഒരു വീഡിയോ ഞാൻ അടുത്തത് ഇടാം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.